ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വചനങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വചനം. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ആമേൻ. ഈ ദിവസങ്ങളിലായിട്ട് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ദൈവം ചിന്തിപ്പിക്കുന്നതുമായിരിക്കുന്ന വിഷയങ്ങൾ ദൈവഭയമുള്ളവരായി തീരുക, കർത്താവിൻ്റെ മനസ്സുള്ളവരായി തീരുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്നവരായി തീരുവാനായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ദൈവം തന്ന ഒരു ആലോചനയായിരുന്നു, അത് ക്രിസ്തുവിൻ്റെ ഫലമുള്ളവരായി തീരുക, ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരുക. മാത്രമല്ല അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുക. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. അതായത് നിലത്ത് വീണ് ചാകുന്നത് വരെ ഒരു വിത്ത് ഫലം നൽകുന്നില്ല. ആ വിത്ത് ഒരു വ്യക്തിയുടെ ഭവനത്തിൽ അവനത് വിത്തായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വിത്ത് ഫലം കൊടുക്കത്തില്ല. അത് കുറച്ച് നാൾ ഇരുന്ന് അത് കെട്ടുപോകുവാനിടയായിത്തീരും. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അത് അവന് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ ഭാഗത്തിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നമ്മളെല്ലാം പല ദേശക്കാരും പല സ്ഥലങ്ങളിലുള്ളവരായിരുന്നു. എന്നാൽ ഈ പട്ടണത്തിൽ കർത്താവ് നമ്മളെ ഒന്നിച്ച് ചേർത്തു. കർത്താവ് വിവിധ തലങ്ങളിൽ നിന്നും വിവിധ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പം കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരണം. അവിടെ 2 രീതിയിലുള്ള ഫലങ്ങളെ നമ്മൾ കാണുന്നു. ഒന്ന്, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. നമ്മളിലൂടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം അത് പ്രതിഫലിച്ച് കാണണം. സ്നേഹമുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി, ദീർഘക്ഷമയുള്ളവരായി, അതേ കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പുറപ്പെട്ട് മറ്റുള്ള ലോകം കാണുവാൻ ഇടയായി തീരണം. രണ്ടാമതായിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഫലം നിലനിൽക്കണം. നിലനിൽക്കുന്നതായിരിക്കുന്ന ഫലം. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിലനിൽക്കുന്ന ഫലങ്ങളെ കായ്ക്കാൻ വേണ്ടിയാണ്. നിത്യതയോളം നിലനിൽക്കുന്ന ഫലം എന്താണ്? ആത്മാക്കളാകുന്ന ഫലം. ആമേൻ. അതെ, ആത്മാക്കളാകുന്ന ഫലങ്ങളെ കായ്ക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുള്ളതായിരിക്കുന്ന ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതായിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ തുടരുവാനായിട്ട് ഒരിക്കലും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരണം. നമ്മൾ ഇവിടെ കാണുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കത്തില്ല, ചത്തുവെങ്കിലോ വളരെ ഫലം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കർത്താവിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കർത്താവ് പറയുന്നത് എന്താണ്? കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി തൻ്റെ ശരീരം അർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ മുഴുവൻ ലോകത്തിൻ്റെ രക്ഷ അസാധ്യമാകുമായിരുന്നു. എന്നാൽ കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ഗോതമ്പ് മണിയെപ്പോലെ അതേ ചത്തു. അതിൻ്റെ ഫലമായിട്ട് അതേ ഈ ലോകം മുഴുവനും, ലോകത്തിലുള്ള സകല മനുഷ്യരും കർത്താവിനെ അറിയുവാനും കർത്താവിലൂടെയുള്ള രക്ഷയെ കരസ്ഥമാക്കുവാനും ദൈവം വഴി തുറന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം, അതായത് ഒരു മനുഷ്യൻ അവൻ തൻ്റെ ജീവനെ പകയ്ക്കുന്നില്ലെങ്കിൽ, അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതാണ്. അതിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തെ സ്നേഹിക്കുന്നവർക്ക്, ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ഈ ലോകത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്ക്
ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഈ ലോകത്തിലുള്ളവരെങ്കിലും നമ്മൾ ലോകത്തിനുള്ളവരല്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, പക്ഷേ ഈ ലോകക്കാരെ പോലെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ കർത്താവിനാൽ വേർതിരിക്കപ്പെട്ടവരാണ്. കർത്താവിനെ വിളിച്ച് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് അവൻ്റെ മക്കളാക്കി തീർത്ത് നമ്മൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. അവിടെ പറയുന്ന ഇപ്രകാരമാണ്: ക്രിസ്തുയേശു പാപസംബന്ധമായി അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇവിടെ പൗലോസ് വ്യക്തമായി നമ്മളോട് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ പാപസംബന്ധമായിട്ട് ഒരിക്കലായിട്ട് മരിച്ചു. മുഴുവൻ ലോകത്തിൻ്റെയും പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടി, മുഴുവൻ ലോകത്തെയും രക്ഷിക്കുവാനായിട്ട്, ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി അവർ മരിക്കേണ്ട സ്ഥാനത്ത് അവർക്ക് പകരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ ദൈവത്തിന് ജീവിക്കുന്നു. അവിടെ വീണ്ടും പറയുന്നത്, അവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണണം. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും കണക്കറിയാവുന്നവരാണ്. നമ്മളെല്ലാം കണക്ക് മാത്സ് പഠിച്ചവരാണ്. 2 2 + 2 4, 2 2 4. അത് നമ്മൾ ഇവിടെ ഇരുന്ന് കൂട്ടിയാലും താഴെ റോഡിൽ ചെന്ന് കൂട്ടിയാലും നമ്മുടെ ഭവനത്തിൽ വെച്ച് നമ്മൾ ആ കണക്ക് കൂട്ടിയാലും നമ്മുടെ ജോലി സ്ഥലത്തായിരുന്നാലും നാം ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ആ കണക്കിന് വ്യത്യാസം വരുമോ? ഇല്ല, അത് സെയിം തന്നെ ആയിരിക്കും. ഇവിടെ കർത്താവ് പറയുന്നത് അങ്ങനെ എണ്ണാനായിട്ടാണ്. റെക്കൺ യുവേഴ്സെൽഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ തന്നെ എണ്ണുക. നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സഭയിൽ കടന്നു വരുന്നു, എല്ലാ ആഴ്ചയും കടന്നു വരുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, വളരെ സന്തോഷമാണ്. അതെ, നമ്മളിവിടെ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നതും പാടുന്നതും നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും എല്ലാം സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിന് സമാധാനം തരുന്നു, എല്ലാം തരുന്നു. പക്ഷേ ഇവിടുന്ന് നമ്മുടെ ഭവനത്തിലേക്ക് പോയാൽ അപ്രകാരമാണ്. നാം ഭവനത്തിലായിരിക്കുമ്പോൾ അപ്രകാരമാണ്. ഇവിടെ 2 2 4 ഭവനത്തിൽ ചെല്ലുമ്പോൾ അത് കുറയാനിടയായി തീരുന്നുണ്ടോ? അല്ലെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കൂടുന്നുണ്ടോ അതിനോടൊപ്പം? ദൈവ പൈതലായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഹല്ലേലൂയ, അതെ, നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും, നമ്മുടെ അതേ ജീവിതത്തിൽ നമ്മൾ ഏതൊക്കെ ജോലി സ്ഥലത്തോ മറ്റോ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലും ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇതിന് മാറ്റമുണ്ടാകാനായിട്ടിടയായി തീരരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അതേ, പാപസംബന്ധമായി മരിച്ചവരെങ്കിൽ അങ്ങനെ നിങ്ങൾ എണ്ണിയിട്ടുണ്ടെങ്കിൽ ആ എണ്ണൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സ്ഥിരമായി നിൽക്കണം. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ വിളിക്ക് യോഗ്യമാണ് ജീവിപ്പാനായിട്ടാണ്. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് മടങ്ങി വരും, നമുക്ക് കടന്നു പോകാം. അതിൻ്റെ 26-ാമത്തെ വചനം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-26 വചനം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ, 26 എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എൻ്റെ പിതാവ് മാനിക്കും. കർത്താവിന് വേണ്ടി ശുശ്രൂഷക്കാരായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറും സാധാരണ ഒരു വിശ്വാസിയായി, സാധാരണ ഒരു മനുഷ്യനായി തീരുവാനായിട്ട് ദൈവം ഒരിക്കലും നമ്മളെ വിളിച്ചിട്ടില്ല. സാധാരണ മനുഷ്യരെക്കുറിച്ച് വേദപുസ്തകത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്ന ഒരു ജഡീക മനുഷ്യനാണ്. അവൻ കർത്താവിനെ കൈക്കൊണ്ടു, സ്വീകരിച്ചു, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ലോകത്തിന് അടിമപ്പെട്ട്, ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. കർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, തൻ്റെ ജീവിതത്തിൽ അതൊന്നും കാണത്തില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായിട്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്.
അത് വിവിധങ്ങളായിരിക്കുന്ന തലങ്ങളിലാണ് കർത്താവ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, പുൽപ്പറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സ്ഥലത്ത് പോയി ദൈവത്തിൻ്റെ വചനം പറയുന്നതായിരിക്കും. അതാണ് സുവിശേഷ വേല. എന്നാൽ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം, അതിലൂടെ കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ വേദപുസ്തകത്തിലേക്ക് നമുക്ക് ഇതിന് തൊട്ട് മുമ്പിലത്തെ അധ്യായം 11-ാമത്തെ അധ്യായത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ബഥാനിയയിലെ ലാസർ. ലാസർ ഒരു നല്ല ശുശ്രൂഷക്കാരനായിരുന്നു. കാരണം അതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ലാസറിൻ്റെ ഭവനത്തിൽ യേശു വരും. യേശുവിനെ ലാസർ മാത്രമല്ല, ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിനെ ശുശ്രൂഷിക്കുന്നു. ലാസർ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കർത്താവിനെ ശുശ്രൂഷിപ്പാനുള്ള. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോവുക. അവിടെ എഴുതിയിരിക്കുന്നത്, യേശുവിൻ്റെ അടുക്കൽ ആളെ വിടുമ്പം തന്നെ പറയുന്ന ഇപ്രകാരമാണ്, നിനക്ക് പ്രിയനായി കിടക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കർത്താവ് വളരെ സ്നേഹിച്ചു എന്ന് അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. വളരെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു. കർത്താവുമായിട്ടുള്ള വളരെ ആത്മീയമായ ബന്ധം സ്ഥാപിച്ച ഒരു കുടുംബമായിരുന്നു. എന്നാൽ നമ്മളവിടെ കാണുന്നത്, അവരുടെ ജീവിതത്തിലൊരു പ്രതികൂലം കടന്നു വന്നു. അവരുടെ ജീവിതത്തിലൊരു പ്രയാസഘട്ടം കടന്നു വന്നു. ആ സമയത്ത് യേശു അവിടെ ഇല്ലായിരുന്നു. തൻ്റെ സഹോദരനായിരിക്കുന്ന ലാസർ രോഗിയായി കിടന്നു. തൻ്റെ ആ സഹോദരന് രോഗം മൂർച്ഛിച്ച് വന്നപ്പോൾ അവർ യേശുവിനെ വിളിക്കുവാനായിട്ട് ആളെ അയച്ചു. യേശു അടുത്ത പട്ടണത്തിൽ 2 ദിവസത്തെ വഴി സഞ്ചരിക്കണം യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ. അവർ ആളെ വിട്ടു. അവിടെ ചെന്നപ്പോഴോ യേശു അവരുടെ കൂടെ പോകാൻ കൂട്ടാക്കിയില്ല. അവിടെ ചെന്നപ്പോഴത്തേനും ഈ ലാസർ ഇവിടെ മരിച്ചു. യേശു പിന്നെയും അവിടെ 2 ദിവസം പാർത്തു. ശിഷ്യന്മാരോട് പറഞ്ഞ്, നമ്മളിപ്പം പോകുന്നില്ല, 2 ദിവസം കഴിഞ്ഞേ പോകത്തുള്ളൂ. അവൻ ഉറങ്ങുകയാണ്, അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ചെന്നാൽ മതി. അപ്പോൾ ഇവർ ശിഷ്യന്മാർ പറയുകയാണ്, ഗുരു നീ അവിടെ ചെന്ന് നമുക്കവനെ ഉണർത്താമെന്ന് പറഞ്ഞു. ഇപ്പോൾ യേശു പറഞ്ഞു, അവൻ മരിച്ചുപോയി. അപ്പോൾ ഈ സഹോദരിമാരുടെ എല്ലാ ആശയം അറ്റുപോയി. അവരുടെ പ്രത്യാശയുണ്ട്, ഇവൻ ഉയർത്തെഴുന്നേൽക്കും, ഒടുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശ അവർക്കുണ്ട്. പക്ഷേ അവരുടെ ആശയമെല്ലാം നശിച്ചു. അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. കർത്താവ് വിളിച്ചപ്പോൾ വന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നത് 2 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം യേശുവും ശിഷ്യന്മാരും അവിടെ മടങ്ങിച്ചെല്ലുക. മടങ്ങിച്ചെല്ലുമ്പോൾ മാർത്ത പറയുകയാണ്, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. യേശു പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ പറയുകയാണ്, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ലാസറിൻ്റെ ഒരു വിശ്വാസമാണ്. സഹോദരന്മാരുടെ വിശ്വാസം നല്ലത് തന്നെ. അവർ കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിൽ ആശ്രയിച്ചു, കർത്താവിനെ അവർ ചെയ്യേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. പക്ഷേ തൻ്റെ സഹോദരൻ മരിച്ചുപോയി. ഇവിടെ നമ്മൾ കാണുന്നത്, ആ കർത്താവായ യേശു ക്രിസ്തു ആ അടുത്ത പട്ടണത്തിലായിരുന്നപ്പോൾ ഈ സഹോദരിമാർ ആളെ വിട്ട് പറയിച്ചെങ്കിലും കർത്താവ് വന്നില്ല. പക്ഷെ പിന്നീട് യേശു 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴും ആ സഹോദരിമാർ വേറെ പണക്കമൊന്നും കാണിച്ചില്ല. എങ്കിലും ഒരു കാര്യം പറഞ്ഞു, കർത്താവെ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്നാലും ലാസറിൻ്റെ വിശ്വാസം നമ്മൾ ഓർക്കണം. ലാസർ ആളെ വിട്ടപ്പോൾ, 2 പേരെ അടുത്ത പട്ടണത്തിലേക്ക് സഹോദരിമാർ വിട്ടപ്പോൾ ലാസർ ഇപ്രകാരം പ്രാർത്ഥിച്ച് കാണും, ഇപ്രകാരം പറഞ്ഞു കാണും, എൻ്റെ യേശു ഇപ്പോൾ വരും, എൻ്റെ യേശു ഇപ്പോൾ വരും, എൻ്റെ യേശു ഉടനെ വരും, യേശു വന്ന് എനിക്ക് സൗഖ്യം തരും, യേശു എന്നെ വിടുവിക്കും. ലാസറിൻ്റെ പ്രാർത്ഥന അപ്രകാരമായിരുന്നു. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പറയും, യേശുവിനെ വിളിക്കുവാൻ ആളെ വിട്ടിട്ടുണ്ട്, യേശു ഇപ്പോൾ വരും, യേശു ഉടൻ വരും. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഇങ്ങനെ ധ്യാനിച്ച്, ഇങ്ങനെ കിടക്കുക. എപ്പോഴോ അവൻ്റെ ഓർമ്മ പോയി, അവൻ മയക്കത്തിലേക്ക് വീണു, അവൻ്റെ ജീവൻ പോയി. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ലാസർ മരിച്ചുപോയി.
പക്ഷെ ഒരു കാര്യം ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തു ഈ 4-ാമത്തെ ദിവസം അവിടെ എത്തുമ്പോൾ ലാസറിൻ്റെ സ്ഥിതി, അവൻ കല്ലറയിൽ അവൻ നാറ്റം വെച്ച് തുടങ്ങിയ അവസ്ഥയിലായിരുന്നു. അവൻ്റെ ബോഡി അഴുകിത്തുടങ്ങി. ജീവൻ പ്രാപിക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല മാനുഷികമായിട്ട് നോക്കിയാൽ. അതുകൊണ്ട് തന്നെ സഹോദരിമാർ പറയുകയാണ്, കർത്താവേ, അവൻ മരിച്ചിട്ട് നാറ്റം വെച്ച്, അതുകൊണ്ട് അങ്ങോട്ട് ഇനി പോകണ്ട. പക്ഷേ യേശു അവരെയും കൂട്ടി ആ കല്ലറയുടെ അടുക്കലെത്തിയിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി. പ്രിയമുള്ളവരെ, ഇന്ന് വരെ ലോകം കേൾക്കാത്ത, ഇനി കേൾക്കുവാൻ പോകുന്നതായിരിക്കുന്ന കർത്താവിൻ്റെ ഗംഭീരനാദം അവിടെ മുഴങ്ങി. ലാസറേ, പുറത്തു വരിക. ഇവിടെ ലാസർ ഉയർക്കപ്പെട്ടത്, ലാസറിനെ ഉയർപ്പിച്ചത് അവൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. കാരണം അവൻ മരിക്കുന്ന സമയം വരെയും അവൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു, എൻ്റെ യേശു ഇപ്പോൾ വരും, എൻ്റെ യേശു ഇപ്പോൾ വരും, എൻ്റെ യേശു ഇപ്പോൾ എന്നെ ഉയർപ്പിക്കും, എൻ്റെ യേശു എന്നെ ജീവിപ്പിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതാവസാനം വരെ ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അത് എബ്രായ ലേഖനം പറയുന്നത്, അവൻ പാപം കൂടാതെ വീണ്ടും കടന്നു വരും. ഹല്ലേലൂയ. അതെ, തൻ്റെ അവസാന സമയം വരെയും അവൻ ആ കിടക്കയിൽ കടന്നുകൊണ്ട് എൻ്റെ യേശു വരും, എൻ്റെ യേശു വരും. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുഴങ്ങിയില്ലെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ യേശു എനിക്ക് വേണ്ടി വരും എന്നുള്ള പ്രാർത്ഥനയെ നാം ജീവിച്ചില്ലെങ്കിൽ, ആ ഒരു വിശ്വാസത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ മരണം വരെ നമ്മൾ പോയില്ലെങ്കിൽ, ഹല്ലേലൂയ, അവൻ്റെ ഗംഭീരനാദം കേൾക്കത്തില്ല. ലാസർ ആ കിടക്കയിലിരുന്നു കൊണ്ട്, കിടക്കയിൽ കിടന്നുകൊണ്ട് കർത്താവിനെ ആഗ്രഹിച്ചുകൊണ്ട് അവൻ മരിച്ചു. 4-ാമത്തെ ദിവസം അവൻ്റെ കല്ലറയ്ക്കൽ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങി, ലാസറേ, പുറത്തു വരിക. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ ശുശ്രൂഷക്കാരാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ബൈബിൾ പറയുന്നത് അവനെ അനുഗമിക്കുവാനായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. അവനെ അനുഗമിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നോടും നിങ്ങളോട് എല്ലാവരോടും എന്നും ദൈവം സംസാരിക്കും. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ സംസാരിക്കും. നമ്മൾ ആലയത്തിൽ കടന്നു വരുമ്പോൾ ദൈവം സംസാരിക്കും. നാം ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ആ വചനം നമ്മൾ കേട്ടിട്ടുണ്ടോ, അതൊന്നും കേൾക്കാതെ നാം പോയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കണം. ഇവിടെ ഹല്ലേലൂയ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തുന്നത്. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം മധ്യാകാശത്തിൽ കർത്താവിനോട് കൂടെ എതിരേൽപ്പൻ, അതെ, ഹല്ലേലൂയ, എഴുന്നേറ്റ് വരുന്ന ഒരു സാഹചര്യം, അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമായി തീരണം നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കൊച്ചു ആയുസ്സിൽ, ഹല്ലേലൂയ, നാം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ ഹല്ലേലൂയ നിത്യത എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ ലോകത്തിൽ നമ്മൾ അലസതയോടുകൂടി പോകാം. ഈ ലോകത്തിൽ നമുക്ക് എങ്ങനെ വേണേലും പോകാം. ഹല്ലേലൂയ. ആരും ഒന്നും പറയത്തില്ല, ആരും ഒന്നും അറിയുന്നില്ല. ഒരുപക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ നല്ല ആളായിട്ട് ചിലപ്പോൾ നമുക്ക് ജീവിക്കാനും പറ്റും. ഇതൊക്കെ ശരി തന്നെയാണ്. ബൈബിളിൽ അങ്ങനെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം യേശു തൻ്റെ മകനോട് ഒരുമിച്ച് യെരുശലേമിലേക്ക് പോവുക. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് ആ ഭാഗം നമ്മൾ കാണുന്നത്. 45-ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ യേശുവിനോട് കൂടെ അവർ ദൈവാലയത്തിലേക്ക് ആരാധനയ്ക്കായിട്ട് പോകുക. അത് ഒറ്റ പ്രാവശ്യമല്ല, ആണ്ടുതോറും പോകും. ഈ പ്രാവശ്യം പോയപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ തന്നെയാണ് പോയത്. യേശുവിനോടൊപ്പം തൻ്റെ അമ്മയപ്പന്മാരും ഉണ്ടായിരുന്നവർ ഒരുമിച്ച് പോവുക. പക്ഷെ ആലയത്തിലെത്തി അവർ ദൈവത്തെ ഒരുമിച്ചൊക്കെ ആരാധിച്ചു. പക്ഷെ തിരിച്ചു പോരുമ്പോൾ അവർ ഒറ്റയ്ക്കാണ് പോരുന്നത്. ബൈബിൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? യേശു കൂടെയുണ്ടെന്ന് ഊഹിച്ചുകൊണ്ട് ഒരു ദിവസത്തെ വഴി പോന്നു. ഇന്നത്തെ വിശ്വാസികളായിരിക്കുന്നവർ ഹല്ലേലൂയ പലരും ഊഹിച്ചുകൊണ്ടുള്ള യാത്രയാണ്. കർത്താവ് കൂടെയുണ്ട്, യേശു കൂടെ ഉണ്ടാകും
എന്ന് വിചാരിച്ച് ഊഹിച്ചുകൊണ്ട് പോരുക. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളുടെ ജീവിതത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സ്ഥാനം നമ്മുടെ എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലുണ്ടോ കർത്താവ്? നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ സ്വഭാവത്തിലുണ്ടോ? കർത്താവ് പറയുന്ന അനുസരിച്ചാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? കർത്താവിൻ്റെ വചനം പ്രമാണിച്ചാണോ നമ്മുടെ ജീവിതം? ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ കാണുന്നത്, അവർ പിന്നെ തിരിച്ചു ചെന്നത് 3 ദിവസം എടുത്തു. 3 ദിവസം അവിടെ ഇവിടെ എല്ലാം അലഞ്ഞ് ഏറ്റവും ഒടുവിൽ അവരെത്തി. എവിടെ എത്തി? ദേവാലയത്തിലെത്തി. ദേവാലയത്തിൽ യേശുവിനെ കളഞ്ഞിട്ട് പോന്നു. പ്രാർത്ഥിക്കാനും ആരാധിക്കാനൊക്കെയാണ് പോയത്. പ്രിയമുള്ളവരെ, യേശുവിനെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ എവിടെയെങ്കിലും തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനം പറയുന്നത്, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാനാണ് യേശു നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഒരു കുറച്ച് സമയത്തിന് കർത്താവെ അങ്ങ് മാറി നിൽക്കുക, ഞാൻ ഈ കാര്യം ചെയ്തോട്ടെ എന്ന് പറയുവാൻ നമുക്ക് അനുവാദമില്ല. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഒരു ഗോതമ്പ് മണിയെ പോലെ നമ്മൾ ചത്ത് കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് ഹല്ലേലൂയ അത് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ അവസാന ഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. കർത്താവ് ഇരിക്കുന്നിടത്ത് അവൻ്റെ ശുശ്രൂഷക്കാരായിരിക്കും. കർത്താവ് ഇരിക്കുന്ന ഇടത്തിരുത്തുവാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ലാസർ അവൻ മരിച്ചു, അവൻ അടക്കം ചെയ്തു, അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവൻ കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ അടുത്ത അധ്യായത്തിൽ കർത്താവിനോടൊപ്പം പന്തിയിലിരിക്കുന്ന അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിലെ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായി തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തുവെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. അവനോടൊപ്പം ഹല്ലേലൂയ സ്വർഗത്തിൽ അവനോടൊപ്പം പന്തിയിലിരിക്കും. ഹല്ലേലൂയ, അവനോടൊപ്പം ഇരിക്കും, കർത്താവിനോടൊപ്പം ഇരിക്കും. കർത്താവിനോടൊപ്പം ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗത്തിൽ വസിക്കുവാൻ, ദൈവത്തോടൊപ്പം വാഴുവാനായിട്ടുള്ള പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചാകേണ്ടതായിരിക്കുന്ന അവസ്ഥയുണ്ടോ? ഇന്നും നമ്മുടെ സ്വയമാണോ മുന്നോട്ട് നിൽക്കുന്നത്? ഞാനെന്നുള്ള ഭാവമാണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടോ യഥാർത്ഥമായിട്ട്? പാപസംബന്ധമായി ഞാൻ മരിച്ചവനാണോ? ഞാനിപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുയേശുവിൻ്റെ ദൈവത്തിനായിട്ടാണോ ജീവിക്കുന്നത്? കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ടോ? എൻ്റെ കർത്താവ് വേഗം വരും, എന്നെ ചേർക്കുവാനായി കർത്താവ് വീണ്ടും വരുമെന്നുള്ള ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടോ? ആ പ്രാർത്ഥന തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടിയാണ് കർത്താവ് വീണ്ടും വരുന്നത്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് അവനോടൊപ്പം ഇരുത്തുവാനാണ്. അതിന് വിഘാതമായി എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നെ പണിയണമേ, പുതുജീവൻ എന്നിൽ പകരണമേ, അങ്ങയുടെ സാക്ഷിയായി തീരുവാൻ, അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ. ഏറ്റവും ഒടുവിലായി എൻ്റെ കർത്താവേ, ജീവിതം ഈ ലോകത്തിൽ തീരും വരെയും, എൻ്റെ അവസാന ശ്വാസം വരെയും കർത്താവെ നിനക്കായി കാത്തിരിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.